നമസ്കാരം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടുന്നതിന് പിന്നാലെ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനായുള്ള തിരക്കിട്ട ചർച്ചകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഹൈക്കമാൻഡ് നിയോഗിച്ച AICC നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കൊപ്പം തലസ്ഥാനത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ഇവർ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുമായി ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിനായി നാളെ രാവിലെ 10:30 KPCC ആസ്ഥാനത്ത് നിർണായകമായ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേരും. ഈ യോഗത്തിന് ശേഷം 63 MLA-മാരെയും നിരീക്ഷകർ വ്യക്തിപരമായി കണ്ട അഭിപ്രായം തേടും. കൂടാതെ MP-മാർ, മുതിർന്ന നേതാക്കൾ, ഘടകകക്ഷി നേതാക്കൾ എന്നിവരുടെ നിലപാടുകൾ കൂടി പരിഗണിച്ചാകും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുക. ഇക്കാര്യത്തിൽ ആർക്ക് നറുക്കു വീഴും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായ ഒരു ചോദ്യമാണ്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം കണക്കിലെടുക്കണമെന്നാവശ്യപ്പെടുന്ന KC വേണുഗോപാൽ പക്ഷം ആകെയുള്ള 63 MLA-മാരിൽ 50 പേരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം നിലവിൽ MP ആണ് എന്നതും മുഖ്യമന്ത്രിയാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുമെന്നതും പ്രതികൂല ഘടകങ്ങളാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായവും പൊതുവികാരവും പരിഗണിക്കണമെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ നിലപാട്. UDF-ന്റെ വൻ വിജയത്തിൽ തന്റെ സിഗ്നേച്ചർ രേഖപ്പെടുത്താൻ കഴിഞ്ഞതായി അദ്ദേഹം പ്രതികരിച്ചു. MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണമെന്നും ആ ചർച്ചകളിൽ ദീപാദാസ് മുൻഷിയെ ഒഴിവാക്കണമെന്നും സതീശൻ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കൂട്ടമായ ചർച്ചകളിൽ KCക്ക് അനുകൂലമായി പ്രതികരിച്ചേക്കാവുന്നവർ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ സതീശനെ പിന്തുണയ്ക്കുമെന്നും ഇവർ കരുതുന്നു. 25 MLA-മാരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെടുന്നത്. 2021-ൽ പിന്തുണയുണ്ടായിട്ടും തന്നെ മാറ്റി നിർത്തിയ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഡൽഹിയിലെത്തി മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ കണ്ട അദ്ദേഹം നേരിട്ട് അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട്. നിരീക്ഷകർക്ക് മുന്നിൽ നിലപാട് വ്യക്തമാക്കുന്നതിനായി മുതിർന്ന നേതാക്കൾ തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുമ്പോൾ ആദ്യമായി സഭയിലെത്തുന്ന MLA-മാരിൽ പലരും ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്. ഓരോ പക്ഷവും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും അനുകൂല തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. UDF ഐതിഹാസികമായ വിജയവും കരസ്ഥമാക്കി. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് ആൾ വരണം എന്നുള്ളത് ഒരു ഗതികേടായാണ് പൊതുജനം വിലയിരുത്തുന്നത്. ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ VD സതീശന് അനുകൂലമായൊരു ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. VD സതീശനാണ് പ്രതിപക്ഷ നേതാവായി ഇരുന്നത്. കഴിഞ്ഞ 5 വർഷവും നമുക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ വന്നിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം ഏറ്റവും ഒടുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം കൃത്യമായ മാസ്റ്റർ ബ്രെയിനോടുകൂടി പ്രവർത്തിച്ചു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന തരത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ തരംഗം സാമൂഹിക മാധ്യമങ്ങളിലുണ്ട്. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ VD സതീശന് അനുകൂലമായാണല്ലോ എന്ന് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതിന് സോഷ്യൽ മീഡിയ അല്ലല്ലോ ആളെ തീരുമാനിക്കേണ്ടത് എന്നാണ്. സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടിൽ പിന്നിലിരിക്കുന്നത് ഓരോ വ്യക്തികളാണെന്നുള്ള കാര്യവും ഇവർ മറന്നു പോകുന്നുണ്ട്. എന്നാൽ ഡൽഹിയിൽ നിന്ന് നാളെത്തിയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടിയെങ്കിലും ആര് നമ്മളെ ഭരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.